ഹലോ ആൻഡ് വൺസ് അഗൈൻ എ വെരി വാം വെൽക്കം ടു ലേൺ വിത്ത് D Vah. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് ഞാൻ പോകാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അപ്പം ഞാനും വിചാരിച്ച് ചായയല്ലേ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അവർ അടുക്കളയിലേക്ക് പോയി. പെട്ടെന്ന് അവിടെ നിന്ന് ഭയങ്കര വലിയൊരു എക്സ്ക്ലമേഷൻ കേട്ടു. ഓ ദ മിൽക്ക് റാൻ ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. പെട്ടെന്ന് എനിക്ക് സംഭവം മനസ്സിലായി, പാല് തീർന്നു പോയി, അതാണ് പറയുന്നത്. ദ മിൽക്ക് റാൻ ഔട്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത എവിടെയോ തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയായിരുന്നു? ദ മിൽക്ക് റാൻ ഔട്ട് ആക്ച്വലി അങ്ങനെ പറയുന്നതിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. വളരെ കൊളോക്കിയൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ദേ പാല് തീർന്നു പോയി, ദേ വെള്ളം തീർന്നു പോയി, അല്ലെങ്കിൽ മാവ് തീർന്നു പോയി എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു എക്സാക്ട് ട്രാൻസ്ലേഷനാണ് ദ മിൽക്ക് റാൻ ഔട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മിക്കപ്പോഴും നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ബേസിൽ തന്നെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോഴാണ് ആ സെൻറ്റൻസിനൊരു കംപ്ലീഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഐ റാൻ ഔട്ട് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ വി റാൻ ഔട്ട് ഓഫ് മിൽക്ക് എന്നൊക്കെ പറയുന്നതായിരിക്കും അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സുഖം തോന്നുന്നത്. അപ്പം ഞാൻ ഇന്നിത് പറയാൻ കാര്യം എന്താണെന്നറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫ്രേസൽ വേർബ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇഡിയംസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രേസൽ വേർബ്സ്. നമ്മൾ ഈ അഡ്വാൻസ് സ്പീക്കേഴ്സ്, സ്പെഷ്യലി IELTS OET എക്സാംസ് ഒക്കെ എടുക്കുന്നവർ, അതുപോലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ ഫ്രേസൽ വേർബ്സ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ്, ഹൈ വൊക്കാബുലറി പവർ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ഫ്രേസൽ വേർബ്സും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്രേസൽ വേർബാണ് ടു റൺ ഔട്ട്. ഇപ്പോൾ റൺ ഔട്ടിൻ്റെ കുറച്ച് വേരിയേഷൻസ് നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ടു റൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസൽ വേർബാണ്. അതിൻ്റെ മീനിങ് ടു ഡിപ്ലീറ്റ്, ടു ഡെവർ അല്ലെങ്കിൽ ടു ഗെറ്റ് ഓവർ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ടു റൺ ഔട്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ, I run out of milk every day അല്ലെങ്കിൽ I run out of milk every week. അതായത് പാല് തീർന്നു പോകാറുണ്ട്, അതൊരു ഹാബിച്വൽ ആക്ഷനാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പാല് തീർന്നു പോകാറുണ്ട്, നമ്മളുടെ ആവശ്യത്തിന് അത് തികയുന്നില്ല. അപ്പോൾ ഇതൊരു ഹാബിറ്റാണ്, എല്ലായ്പ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഹാബിറ്റാണ്. അതിനെ സൂചിപ്പിക്കാനാണ് പറയുന്നതെങ്കിൽ ഐ റൺ ഔട്ട് ഓഫ് മിൽക്ക് എവറി ഡേ അല്ലെങ്കിൽ എവറി വീക്ക്, ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഐ ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക്. ഐ ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻഡ് എ വൈൽ എഗോ. പാസ്റ്റിൽ പാല് കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഹാപ്പൻ സം ടൈം ബിഫോർ ഇൻ ദ പാസ്റ്റ്. കുറച്ച് സമയം പാസ്റ്റിൽ തന്നെ അല്പം മുൻപ്, കുറച്ച് മുന്നേ നടന്നു പോയ കാര്യമാണ്. മേ ബി യെസ്റ്റർഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേന്നോ മുന്നേ നടന്നു പോയൊരു സംഭവത്തിനാണ് നമ്മൾ ഐ ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റിൽ തന്നെ കുറച്ച് മുൻപേ നടന്ന് കഴിഞ്ഞു പോയൊരു സംഭവമാണെങ്കിൽ ഐ ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഐ റാൻ ഔട്ട് ഓഫ് മിൽക്ക് വളരെ സിമ്പിളാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഇറ്റ് ഹാപ്പൻഡ് എ ഷോർട്ട് വൈൽ അഗോ, മേ ബി ഒരു 5 minutes മുമ്പ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ്, വളരെ അടുത്ത് റീസെൻറ്റ് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് പറയാം ഐ റാൻ ഔട്ട് ഓഫ് മിൽക്ക് എന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. ഇനി മറ്റൊരെണ്ണം പറയുകയാണെങ്കിൽ ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക്. ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ അല്പം പാൽ അവശേഷിക്കുന്നുണ്ട്, പക്ഷെ അത് കൂടുതലൊന്നുമില്ല, നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ കഴിയും, അപ്പോൾ ഉടനെ തന്നെ പാല് വാങ്ങണം എന്നുള്ള ഒരു സൂചന കൂടിയാണത്, ഒരു വാർണിംഗ് കൂടിയാണ്. അപ്പോൾ ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് റിസർവ് ആയിട്ടൊന്നുമില്ല, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ കഴിയും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ റൺ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് കണ്ടു. അതിൻ്റെ അർത്ഥവും ടെൻസും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ സ്ലാങ് ഇംഗ്ലീഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ, ബ്രിട്ടീഷ് സ്ലാങ്, അമേരിക്കൻ സ്ലാങ് എന്നൊക്കെ. അപ്പോൾ ഈ അമേരിക്കൻ സ്ലാങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സമയമാണിപ്പോൾ. ഈ അമേരിക്കൻ സ്ലാങ്ങിൽ മിൽക്ക് റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, പക്ഷേ അത് റുട്ടീൻ ഹാബിറ്റായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും.
നമ്മൾ പറയാം എന്താ ഒരു യാത്ര ദിവസവും ട്രിവാൻഡ്രം ടു എറണാകുളം ട്രാവൽ ചെയ്യുന്നത് അത്ര ഈസി ഉള്ളൊരു കാര്യമല്ല. പക്ഷേ ജോലി സംബന്ധമായിട്ടൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. സോ ഔട്ട് ഓഫ് കമ്പൾഷൻ അവരത് ദിവസവും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മിൽക്ക് റണ്ണാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടെ ക്ലിയർ ആക്കാനായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് the flight from Chicago to New York was a milk run for the experienced pilot and his crew. I repeat, the flight from Chicago to New York was a milk run for the experienced pilot and his crew. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്, പക്ഷേ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് മിൽക്ക് റണ്ണാണ്. അത് കൃത്യമായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ സംഭവം. അപ്പം റൺ ഔട്ടും മിൽക്ക് റണ്ണും എല്ലാവരും മനസ്സിൽ വെക്കുക. വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുക, പ്രാക്ടീസ് ചെയ്യുക. Hope this video was really useful for you. If you found the content of this video really useful, please don't forget to drop your love in the comment box and of course hit the subscribe button. I'll be back with more interesting videos in the coming days. In the meanwhile, you keep practicing and of course learn with D Vah. Thank you so much.